പൊടി, പിന്നെ ട്രൈക്കോട്ടർമ, കുറച്ച് ബയോ കമ്പോസ്റ്റ്, പിന്നെ കുറച്ച് ഗ്രീൻ മീലി, പിന്നെ സാഗരിക ഗോൾഡ് എന്നൊരു ഇഫ്കോയുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഗ്രാനുവൽസ് ആണ്. ആ സാധനം കൂടി മിക്സ് ചെയ്താണ് നമ്മളിത് ബെഡ് ഉണ്ടാക്കിയിട്ട് ബെഡിൽ അടിവളമായിട്ട് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ അതിന് ശേഷം വേറെ വളങ്ങളൊന്നും ഇതേവരെ നമ്മൾ ചെയ്തിട്ടില്ല. കണ്ട, ഇത് തീരെ ചെറുപ്പത്തിലെ തന്നെ ഇതിൻ്റെ പയറിൻ്റെ നീളം കണ്ട, നീളം ഇപ്പോൾ കുറച്ച് ഒരുപാട് അങ്ങനെ കൂടുതലാണ്. അപ്പോൾ കണ്ട നീളമൊക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലയും നല്ല മനോഹരമായിട്ടുള്ള ഇല, പൂക്കളും ധാരാളമായിട്ട് പൂക്കളുണ്ട്. അപ്പോൾ ഞാനിതിന് മുന്നേ ഇതിനകത്ത് കഴിഞ്ഞ ബെഡ് ഒന്ന് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പിന്നെ അഡീഷണലായിട്ട് നമ്മൾ റോക്ക് ഫോസ്ഫേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. പൊതുവേ പയർവർഗ്ഗങ്ങൾക്ക് ഒക്കെ റോക്ക് ഫോസ്ഫേറ്റ് കുറച്ച് കൂടുതൽ വേണം. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് വെള്ളപ്പൊക്കത്തിന് ശേഷം നമുക്കിവിടെ ധാരാളം റോക്ക്